ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടുപോലെ ആലു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ആലു പൊറോട്ടയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മളിതാ 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 വലുതും 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി അത് കുക്കറിലൊന്ന് നല്ലപോലെ വേവിക്കട്ടോ. നല്ലപോലെ വെന്തോട്ടോ, അത് ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമ്മളിതാ ഒരു മീഡിയം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ അങ്ങനെ കൊത്തി അരിയണം. ചോപ്പറിൽ ഇട്ടിട്ട് അരിയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ. അപ്പോൾ ചോപ്പറിൻ്റെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിൽ തന്നെ അരിയാണ്, കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ കൊത്തി അരിയണം, നിറങ്ങേനെ കൊത്തി അരിയണം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി അരിയുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ രാവിലെ ആയിട്ട് ഉണ്ടാക്കുന്നത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, മക്കൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കട്ടോ. അപ്പോൾ നമ്മളിത് ഉള്ളിയൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിത് കുക്കറിൽ 4 വിസിലാട്ടോ വന്നത്. 4 വിസിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊലി കളയാണ്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, എടുത്ത് കഴിഞ്ഞിട്ട് തൊലി കളയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് മുറിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഫുള്ളായിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടുള്ളതാക്കിയിട്ടാണ് നമ്മളുള്ളത്. എന്നിട്ട് നമ്മളിത് ഓരോ തൊലി കളഞ്ഞിട്ട് നല്ലപോലെ ഒടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മറ്റേ നമ്മൾ ഉള്ളിയൊക്കെ അരിയുന്ന സാധനം ഉണ്ടല്ലോ, അതിലും ആണ് ചെയ്യുക. അതിലാവുമ്പോൾ നമുക്കിങ്ങനെ കട്ടായിട്ടൊന്നും വരില്ല. ഉടക്കുമ്പോൾ കുറച്ചൊരു കട്ട ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉടക്കുന്നതിനെ കൊണ്ടിട്ടാണ് ഉടക്കിയത് കേട്ടോ. പിന്നെ നമ്മളിത് മല്ലിച്ചപ്പും അതിലിട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ഉള്ളിയും മല്ലിച്ചപ്പുമാണ്. പിന്നെ നമ്മളിത് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴക്കുക. അങ്ങനെ മറ്റേ കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, ആലു പൊറോട്ടയ്ക്ക് മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ മൈദപ്പൊടി എടുത്തില്ല കേട്ടോ. നമ്മൾ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് ആട്ടപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മൈദപ്പൊടി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആട്ടപ്പൊടിയായിട്ടോ എടുത്തിട്ടുള്ളത്. ആട്ടപ്പൊടി എടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് ലൂസാക്കാം. നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ പരുവത്തിലാക്കാം. ഇങ്ങനെ ഒരു പരുവത്തിലാക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഇളക്കി ഇടിക്കുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് ഒന്നെങ്കിൽ മിക്സിയിൽ അടിക്കുക കേട്ടോ. മിക്സിയിൽ കുറച്ച് അടിച്ചിട്ട് അങ്ങനെ ആക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്ത കേട്ടോ. ഇളക്കിയിട്ട് ഈ ഒരു പരുവത്തിലാവണം. പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എണ്ണയും കാര്യങ്ങളൊന്നും ഫസ്റ്റ് ഒഴിക്കണം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ സാധനമാണല്ലോ, പാനാണല്ലോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ദോശക്ക് ആക്കണ പോലെ ഇങ്ങനെ ചെയ്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ഇത് വേറെ കറിയും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ചൂടോടൊക്കെ ഇങ്ങനെ തിന്നാൽ മതി. അപ്പോൾ നമ്മളിതാ മക്കൾക്ക് സ്കൂളുണ്ടല്ലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. കറിയൊന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. രാത്രി ഒന്നും അരി പുതിർത്തണ്ട, വെള്ളത്തിലിടണം, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ രാവിലെ അതേപോലെ തന്നെ കുഴക്കണ്ട, പരത്തണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ പെട്ടെന്ന് അധികം മിക്സിയിലാക്കിയതാണെങ്കിൽ ഇങ്ങനെ ഇളക്കി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും. ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റായിട്ട് വരും. ഈ ഒരു പരുവത്തിലായതുകൊണ്ട് ഇതാണ് നമ്മൾ ആലു പൊറോട്ട കേട്ടോ. അപ്പോൾ നമ്മൾ ആലു പൊറോട്ട കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചാക്കിയിട്ടേ ഉള്ളൂ. മക്കൾ പോകാൻ നേരത്തിനെ കൂടെ വീഡിയോ എടുക്കുന്നതിന് നമ്മൾ കുറച്ചാക്കിയിട്ടേ ഉള്ളൂ. ബാക്കി നമ്മൾ അവിടെ മാവ് എടുത്തിച്ചിട്ടുണ്ട്, ചൂടോടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആലു പൊറോട്ട കുറച്ചൊക്കെ ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.